നമുക്ക് ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ആനന്ദ് ശ്രീദേവിയെ കാണാനായിട്ട് ഉദയഭാനുന്റെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഉദയഭാനുവാണ് ആദ്യം ആനന്ദിനെ കാണുന്നത്. അപ്പോഴേക്കും ഉദയഭാനു അങ്ങ് ചെന്നു. ഈ സമയത്ത് ആനന്ദ് വെച്ച് എന്താ അങ്കളെ എന്നെ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കുക. ഒന്നുമില്ല മോനെ എന്ന് പറയണ. എന്താ എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ലേ? അല്ല മോനെ എപ്പോ വേണമെങ്കിലും ഇവിടെ വരാലോ, ഇത് മോന്റെ വീടും കൂടെ അല്ലേ? അതാണ്. അയ്യോ അങ്കളെ, അന്ന് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് അങ്കളുടെ ഒരു കാര്യം തരാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഉദയഭാനു ഒരു നിമിഷം ഞെട്ടി. ശ്രീദേവി പറഞ്ഞ കാര്യം ഉദയഭാനുവിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഞാൻ ഗർഭിണിയല്ലാന്ന് അറിഞ്ഞു കഴിയുമ്പോ ആനന്ദേണ്ട അച്ഛന്റെ കാരണം അടിച്ചു പോയിക്കും. ദൈവമേ, ഇവൻ പണി തരൂന്നാ തോന്നേ. ഇവൻ തല്ലാൻ വേണ്ടി വന്ന ശ്രീദേവി മോള് പറഞ്ഞ പോലെ സത്യമായിരിക്കും. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, മോനെ അത് പിന്നെ എനിക്ക് പ്രഷർ ഷുഗറും ഒക്കെ ഉള്ളതാ. അതിനെന്താ അങ്കളെ, പ്രഷർ ഷുഗർ ഒന്നും ഒരു പ്രശ്നമേ അല്ല. അങ്കിൾ ഇത് പിടിക്കാൻ പറയണം. ദൈവമേ, ഇപ്പൊ കിട്ടും തല്ല. അപ്പോഴേക്കും ആനന്ദ് തന്റെ കയ്യിലിരുന്ന കവറിനകത്തുനിന്ന് ഒരു ആപ്പിൾ എടുത്ത് അങ്ങോട്ട് കൊടുക്കണം. ആപ്പിൾ കഴിക്കുക, മധുരം കഴിക്കുക. മധുരം കഴിച്ച് ആഘോഷിക്കണ്ടേ നമുക്ക്? സന്തോഷമുള്ള ഒരു വാർത്തയല്ലേ നമ്മൾ കേട്ടിരിക്കുന്നേ. എന്ത് ചെയ്യണമെന്നറിയില്ലാത്ത ഇരുന്ന ഉദയഭാനുന്റെ കയ്യിലേക്ക് ആപ്പിൾ ബലമായിട്ട് അങ്ങോട്ട് കൊടുത്തു. ഇത് പിടിക്കങ്ങളെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ആനന്ദ് അവിടെ പോയി കാലുമേ കാലൊക്കെ കയറ്റി വെച്ചിരുന്നു. അല്ല ഇതെന്ത് പറ്റി? അങ്കിൾ ഇരിക്കണില്ലേ എന്ന് ചോദിക്കുക. ഞാനിരുന്നോളാം. എന്നാ പിന്നെ അങ്കിൾ ഇരിക്കാൻ പറഞ്ഞു. അല്ല അങ്കിളിന്റെ വിഗ് എന്തിയെ? വിഗ് കാണാനില്ലോ. ഓ ഇനിയിപ്പൊ തുമ്മിയിപ്പൊ തെറിച്ചു പോയോ? ചിലപ്പോ അതായിരിക്കൂലേ, തുമ്മിയിപ്പൊ തെറിച്ചു പോയി കാണുമല്ലേ. ഞങ്ങളെ ഒരു കാര്യമുണ്ട്, ഈ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒന്നും ഇങ്ങനെ വിഗ് തെറിച്ചു പോകാൻ പാടില്ല. ഒന്നും അല്ലെങ്കിലും ഒരു ബിസിനസ് മാഗ്നറ്റ് അല്ലേ അങ്കിള്. എവിടെയൊക്കെ ബിസിനസ്? സിംഗപ്പൂര്, മലേഷ്യ, കൊറിയ എന്ന് വേണ്ട എത്ര രാജ്യങ്ങളിൽ ഓടി നടക്കുന്ന ആ സമയത്ത് എത്ര ആൾക്കാരെ കാണുന്ന. ഈ വിഗ് തലേന്ന് ഊരിപ്പോയാൽ ശരിയാവോ? അത് നല്ലൊരു കാര്യമാണോ? ആ സമയം ആകെപ്പാടെ വല്ലാത്തൊരു വിഷമത്തോട് കൂടിയിട്ട് ഉദയഭാനു ഇരിക്കുക. ഉദയഭാനുവിന് മനസ്സിലായി തന്നെ ഇവൻ മനഃപൂർവ്വം കളിയാക്കുന്നുള്ള കാര്യം. പിന്നീട് ആനന്ദിച്ചു, അല്ല എന്തി എന്റെ ഭാര്യ, എന്റെ ഗർഭിണിയായ ഭാര്യ എന്തേന്ന് ചോദിച്ചു. അത് പിന്നെ മോനെ. അപ്പോഴേക്കാണ് ശ്രീകല അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ആന്റിയോ? ആന്റി വന്നോ? ഞാൻ ആന്റിയെ കണ്ടില്ലല്ലോ എന്ന് ഓർത്തിരിക്കുവായിരുന്നു. എന്ത് പറ്റി ആന്റി? ആന്റിയുടെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കുന്നേ? ഒന്നുമില്ല മോനെ. എന്റെ ഭാര്യ എന്തിയെ? എന്റെ ഭാര്യയെ കാണാൻ വേണ്ടി ഞാൻ ഓടി വന്നതാ. എന്റെ ഭാര്യ എനിക്ക് കണ്ടേ. എന്റെ ഭാര്യ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ശ്രീദേവി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ. ശ്രീദേവിയെ കണ്ടതും ആനന്ദ് ശ്രീദേവിയുടെ അടുത്തേക്കുന്നു. ഇപ്പോഴെനിക്കൊരു സമാധാനമായത്. എന്ത് പറ്റി? എന്റെ ഭാര്യയുടെ മുഖം ആകെപ്പാടെ പേടിച്ചരണ്ടിരിക്കുന്ന പോലെ. എന്തേലും ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചു. ശ്രീദേവി ഒന്നും മിണ്ടിയില്ല. എന്താ ആകെപ്പാടെ വെള്ളറി പിടിച്ചിരിക്കുവാണല്ലോ. എന്ത് പറ്റി എന്റെ ഭാര്യ? ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ? എനിക്കറിയില്ല, സാരമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചോക്ലേറ്റ് പോക്കറ്റിനകത്ത് നിന്ന് എടുക്കണം. നമ്മളെ നീ ഗർഭിണിയാന്ന് അറിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് കാണുന്നല്ലേ, അപ്പം മധുരം കൊടുത്തു വേണം സന്തോഷം പങ്കിടാനായിട്ട്. ഇത് കഴിക്കാൻ പറയണം. ശ്രീദേവി ഒന്നും മടിച്ചു. കഴിക്കെന്റെ ഭാര്യയെ, ഇങ്ങനെ നിന്നാ എങ്ങനെ ശരിയാന്നേ എന്നും പറഞ്ഞുകൊണ്ട് ആ ചോക്ലേറ്റ് മുറിച്ച് പകുതി അങ്ങോട്ട് ശ്രീദേവിയോട് വാതുറക്കാൻ പറഞ്ഞ് വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ശ്രീദേവിക്ക് കഴിക്കാനും പറ്റില്ല, കഴിക്കാനും പറ്റാതിരിക്കാനും ഒരു അവസ്ഥ. ആ സമയം ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുവാണ്. ഇതെന്ത് പറ്റി? കരയുന്നോ? അയ്യോ എന്റെ ഭാര്യ എന്തിനാ എങ്ങനെ കരയണേ? അപ്പോഴേക്ക് ശ്രീഹല പറഞ്ഞു, അത് പിന്നെ മോനെ ആ സന്തോഷം കൊണ്ടുള്ള കണ്ണീരോ? ഇതിനെ ആയിരിക്കും ആനന്ദക്കണ്ണീർ എന്ന് പറയണല്ലേ. ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. പിന്നീട് ദേവിയോട് ആനന്ദ് പറഞ്ഞു, അതെ നീ ഒരു അമ്മയാൻ പോവാ, ഞാൻ ഒരു അച്ഛനാൻ പോവാ. അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കണ്ണീരായിരിക്കും ഈ കാണുന്നല്ലേന്ന് ചോദിച്ചു. ആ സമയത്തും ദേവി ഒന്നും മിണ്ടിയില്ല. ദേവിക്ക് ഭയങ്കര ടെൻഷനാ. ഇനി എന്താവും എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, ദേവി നീ വിഷമിക്കൊന്നും വേണ്ട. നീ എന്നോട് കുറെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അത് ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നീ ഒരു അമ്മയാൻ പോവല്ലേ. പോരാത്തന്നെ വീട്ടിലെല്ലാരും കാത്തിരിക്കുക നിന്നെ കൂട്ടിക്കൊണ്ട് എല്ലാം വേണ്ടിയിട്ട്. എന്റെ അച്ഛനും അമ്മേ പിന്നെ മിത്രയും മീനാക്ഷിയും ഒക്കെ എത്ര സന്തോഷത്തിലാണെന്നറിയോ? കാര്യം പറഞ്ഞാല് ആദ്യം കല്യാണം കഴിഞ്ഞ മീനാക്ഷിയുടെ ആകാശിന്റെയാണ്. പക്ഷെ ഇവിടെ ഗർഭിണിയായത് നീയല്ലേ. അപ്പൊ അതിന്റെ സന്തോഷത്തിലെ വീട്. എല്ലാരും നിന്നെ കാത്തിരിക്കുകയാണ് നിന്റെ വരവിനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീദേവി ഒന്നും മിണ്ടാതെ നിൽക്കുക. അല്ല ദേവി, നീ എന്ത് നിപ്പാ നിൽക്കുന്നേ? നിനക്ക് അങ്ങോട്ടേക്ക് വരണമെന്നില്ലേ? നമുക്ക് ഇപ്പൊ തന്നെ പോണം. പെട്ടെന്ന് തന്നെ നീ പോയി റെഡിയാവ്, നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു. ശ്രീദേവി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ശ്രീകലയ്ക്ക് സന്തോഷമായി. ദേവമളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ആനന്ദബോം വന്നതെന്നൊരു ചിന്ത ഉദയഭാനുവിനെ നോക്കുവാണ്. പക്ഷെ ഉദയഭാനുവിന് എന്തോ ഒരു അപകടം മണത്തു. ആനന്ദ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമെന്ന് മനസ്സിലായി. അല്ല ദേവി, നിനക്ക് വീട്ടിലേക്ക് വരണമെന്നൊന്നും ഇല്ലേ? പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നോടൊപ്പം നിൽക്കണം നിനക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ലേ? നീ പെട്ടെന്ന് പോയി റെഡിയായിട്ട് വാ. നിന്നെ കൂട്ടിക്കൊണ്ട് വരല്ല ഞാൻ വന്നിരിക്കുന്നേ.
ഇനിയിപ്പം പഴയ കാര്യങ്ങളൊന്നും ഓർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട. ഒന്നും പറഞ്ഞ് നിന്നെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കാൻ പോകുന്നില്ല. ഒന്നുമല്ലേലും എന്റെ ഒരു കുഞ്ഞിനെ വയറ്റി പേർന്നോളല്ലേ നീ. പോരാത്തിന് ദേവമംഗലത്തേക്ക് ആദ്യമായിട്ട് വരാൻ പോകുന്ന പേരക്കുഞ്ഞല്ലേ. അതിന് സ്വീകരിക്കാനായിട്ട് നമ്മളും മനസ്സുകൊണ്ടെല്ലാം റെഡിയാവണ്ടേ. ദേ അമ്മാരിങ്ങനെ വിഷമിച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉപദേശങ്ങളും കാര്യങ്ങളും കൊടുക്കുകയാണ്. ആ സമയം ശ്രീദേവി ഒന്ന് നോക്കി പിന്നീട് പറഞ്ഞു, മോളെ പോയി റെഡിയാവാൻ പറയാണ്. ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വല്ലാത്തൊരു വെപ്രാളത്തോടെ ശ്രീദേവി ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ആനന്ദ് പറഞ്ഞു, ദേ ദേവി സമയമില്ല കേട്ടോ, സമയം വൈകുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകല ചോദിച്ചു, അല്ല മോനെ നിങ്ങൾ എങ്ങനെയാ വന്നേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് ചോദിച്ചു, അതെന്താ അമ്മ അങ്ങനെ വെച്ചേ? അല്ല എങ്ങനെയാ വന്നേന്നേ? ബൈക്കും കൊണ്ട്. അയ്യോ അത് പിന്നെ മോനെ, ബൈക്കും കൊണ്ട് വന്നിട്ടാണെങ്കിൽ ദേവമോളെ എങ്ങനെ കൊണ്ടുവന്നേ? അവള് പ്രഗ്നന്റ് അല്ലേ. ഈ സമയത്ത് ബൈക്കേലൊക്കെ അങ്ങനെ കയറ്റി യാത്ര ചെയ്യുന്നത് ശരിയല്ല. കാരണം അവളുടെ ആരോഗ്യം കൂടെ നോക്കണമല്ലോ. അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, അയ്യോ അതൊക്കെ ഞാൻ മറന്നുപോയി, എനിക്കതൊന്നും അറിയത്തില്ലായിരുന്നു പറയണം. പെട്ടെന്ന് ശ്രീകല പറഞ്ഞു, അത് സാരമില്ല, വീട്ടിൽ ചെന്ന് കഴിയുമ്പത്തേനും ഗോമതി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നോളൂ. ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും എന്തൊക്കെയാന്നേ. ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പാടാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു. ആനന്ദ് പറഞ്ഞു, ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഞാൻ ആ കാര്യം അങ്ങോട്ട് മറന്നുപോയി. സാരമില്ല, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു വിദഗ്ധ ഉപദേശം തേടുന്ന നല്ലതല്ലേ. അത് കേട്ടപ്പോൾ ഉദയഭാനു പറഞ്ഞു, ആ അത് ശരിയാ, നല്ലൊരു ഉപദേശം തേടുന്നല്ല. അതുകൊണ്ട് അങ്ങളെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി ഗൈനക്കോളജിന് ചീട്ട് ബുക്ക് ചെയ്തിട്ടാ വന്നിരിക്കുന്നത്. 3 പേരും ഞെട്ടിപ്പോയി. പോകുന്ന വഴിക്ക് ദേവി അവിടെ കയറ്റി ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം. അപ്പൊ ഡോക്ടർ പറയൂലോ എന്തൊക്കെ കഴിക്കണം കഴിക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ, എന്തൊക്കെ ടാബ്ലറ്റ് കഴിക്കണം എന്നൊക്കെ. അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുത്തോളൂ. അതിനുശേഷം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാന്ന് കരുതിയിരിക്കുന്നത്. എന്ത് പറ്റി? 3 പേരുടെ മുഖം വല്ലാതെ വെളറി വെളുത്തിരിക്കുന്നല്ലോ. ഉദയഭാനു പറഞ്ഞു, ഒന്നുമില്ല ദേവി, നീ എന്താ നോക്കി നിൽക്കുന്നേ? ഹോസ്പിറ്റലിൽ ചില സമയമായി, പെട്ടെന്ന് തന്നെ പോണെന്ന് പറഞ്ഞു. ശ്രീദേവിക്ക് ടെൻഷനായി, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഒടുവിൽ ശ്രീദേവി മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് ഉദയഭാനുന്റെ അടുത്ത് എന്നിട്ട് ആനന്ദ് ചോദിച്ചു, അല്ല അങ്കിളെ ഒരു ആപ്പിളും കൂടെ തരട്ടേന്ന് ചോദിക്കാം. വേണ്ട മോനെ, ഇത്ര പെട്ടെന്ന് അങ്കിളിന്റെ വയറ് നിറഞ്ഞോ? അതും പറഞ്ഞോണ്ട് ഒരാപ്പിള് പോയി അവനെടുത്തു. ആനന്ദെടുത്ത് അത് കടിച്ചു മുറിച്ചങ്ങ് തിന്നുവാണ്. അവരോടുള്ള ദേഷ്യത്തിന് കഴിക്കുന്ന പോലെ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഉദയഭാനും ശ്രീകലയ്ക്ക് നല്ല ടെൻഷനായി. എന്ത് രുചിയല്ലേ അങ്കിളെ ഈ ആപ്പിളിന്, എന്താണെന്നറിയത്തില്ല, നല്ല ചൂടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പുറത്ത് നിൽക്കാം. ദേവിയെ പെട്ടെന്ന് അങ്ങോട്ട് ഒരുക്കി ഇറക്കി വിടണേ, അതേസമയം താമസിക്കാനൊന്നും പറ്റില്ല. എന്നാ ശരി, ഞാൻ പുറത്ത് നിൽക്കാന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോവാ. ഉദയഭാനു ശ്രീകലയൊക്കെ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അതേ സമയത്ത് ഗോമതി ആണെങ്കിൽ നല്ല ടെൻഷനില്ല. ഇതുവരെയായിട്ടും ആനന്ദൊന്നും വിളിച്ചിട്ടുമില്ല, വന്നിട്ടുമില്ല. അപ്പോഴേക്കും മീനാക്ഷിയും ഇത്ര അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അപ്പൊ മീനാക്ഷിയുടെ കയ്യിൽ കുറച്ച് പായസമുണ്ട്. അമ്മ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയണം, മധുരമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട്. ആ സമയത്ത് ഗോമതി പറഞ്ഞു, അല്ല ഞാൻ ആകെപ്പാടെ ടെൻഷനില്ല. എന്താ ഇതുവരെയായിട്ടും ആനന്ദൊന്നും വിളിക്കുകയോ പോലും ചെയ്തിട്ടില്ല. അവരിങ്ങോട്ടേക്ക് വരുമേ, അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയണം. അങ്ങനെ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഇതിന് ഇത്തിരി മധുരം കുറവാന്ന് പറയണം. മധുരം കുറവോ? അത് അമ്മയ്ക്ക് തോന്നുന്നു. അപ്പൊ അമ്മ അവിടുന്ന് പിന്നീട് മിത്രയോട് പറഞ്ഞു. മിത്ര ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, ശരിയാ അമ്മ പറഞ്ഞത്, ഇത്തിരി മധുരം കുറവാന്ന് പറയണം. മധുരം കുറവല്ലേ, കൂടുതലൊന്നും ആയിട്ടില്ലോ. കുറവായതുകൊണ്ട് നമുക്ക് അതിനകത്ത് കുറച്ചുകൂടെ ചേർക്കാവുന്നുള്ളൂ എന്നൊക്കെ മീനാക്ഷി പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, വേണ്ട വീണെടുത്ത് കിടന്ന് നീ ഉരുളുണ്ടാന്ന് പറയണം. പിന്നീട് ഗോമതി ആണെങ്കിൽ ആനന്ദിനെ വിളിച്ചോണ്ടിരിക്കുക. ആനന്ദ് കോൾ എടുക്കുന്നില്ല. അപ്പോഴാണ് മീനാക്ഷി ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അല്ലമ്മേ, അമ്മയുടെ കയ്യിൽ കിടക്കുന്നത് ഏത് വളയാ? അതോ, അത് ലോക്കറിലിരുന്ന് വള ഞാനൊരെണ്ണം എടുത്തിട്ടാ. ഇതെന്താ മരുമോളെ സ്വീകരിക്കാൻ സമയത്ത് 2 വള ഇട്ടോണ്ട് വേണം സ്വീകരിക്കണം എന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗോമതി പറഞ്ഞു, അതെ ഇത് എനിക്കിടാനല്ല, മോള് വന്നു കഴിയുമ്പോഴേ അവളെ ഇട്ട് സ്വീകരിക്കാനാ. ഇട്ട് സ്വീകരിക്കാനോ? അങ്ങനെ എന്തെങ്കിലും ആചാരം ഉണ്ടോ അമ്മേ? ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആചാരത്തെ പറ്റി ഞാൻ കേട്ടിട്ടില്ല അമ്മയെന്ന് മീനാക്ഷി പറഞ്ഞു. അത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, പിന്നെ അങ്ങനൊന്നും ഇല്ല, ദേ അമ്മയുണ്ടാക്കിയ ആചാരമല്ലേ, സത്യം പറയുന്നു പറയണം. അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗോമതി പറഞ്ഞു, അതെ ശരിയാ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ഈ കുടുംബത്തിലേക്ക് ആദ്യമായിട്ടൊരു പേരക്കുട്ടിയെ തരാൻ പോന്നെ അവളല്ലേ ശ്രീദേവി. അപ്പൊ അതുകൊണ്ട് എന്റെ മനസ്സിൽ തോന്നിയൊരു ആഗ്രഹം അവളെ വളയിട്ട് സ്വീകരിക്കണമെന്ന്, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഇത് കേട്ടതും മീനാക്ഷി മിത്രനോട് പറഞ്ഞു, കണ്ടില്ലേ അമ്മ പറഞ്ഞെന്ന് ചോദിക്കണം. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, വേറെ 2 വളയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് എപ്പോഴാ എടുക്കണ്ടേന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. അത് കേട്ടപ്പോ 2 പേരുടെ മുഖത്തൊരു നാണം ഉണ്ടായി. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അതിനെന്താ നിങ്ങൾ ഇത്രമാത്രം നാണിക്കണേ? ഈ അപ്പച്ചിയുടെ ഒരു കാര്യം മിത്ര പറഞ്ഞു. നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, ഒട്ടകപ്പക്ഷിയുടെ മുട്ട വീഴ്ച ഉണ്ടായതൊന്നും അല്ല നിങ്ങള്. അതോടെ കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷി, അമ്മ എന്തൊക്കെയാ പറയണേ? അതെ കേറി വാ 2 പേരും കൂടെ പറഞ്ഞോണ്ട് അവരെ കൂട്ടിക്കൊണ്ട് ഗോമതി അകത്തേക്ക് കയറിപ്പോയി. അതേസമയം ശ്രീദേവി റെഡിയായിട്ട് ഹാളിലേക്ക് ഇറങ്ങി വരുവാണ്. ആ സമയം ഉദയഭാനു ശ്രീകല ഇങ്ങനെ നോക്കി.
ദേവാനം വന്നിട്ട് ചോദിച്ചു, മോളെ നീ ഹോസ്പിറ്റലിലേക്ക് പോവാണോ? ശ്രീകല പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ആനന്ദേണ്ണനെ ഉറപ്പായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ എന്താ വിചാരിച്ചേ, നിങ്ങൾക്ക് മാത്രം ബുദ്ധിയുള്ളെന്നോ? ആനന്ദേണ്ണനും ബുദ്ധിയൊക്കെ ഉണ്ട്. ആനന്ദേണ്ണൻ ചെയ്ത എന്താന്ന് കണ്ടോ? ഉറപ്പായിട്ട് ഇന്നത്തോടു കൂടി എന്റെ ജീവിതം തീരും. അവിടെ അമ്മയും ബാലച്ചനും പിന്നെ മീനാക്ഷി മിത്ര എല്ലാവരും എന്റെ ചതിയെക്കുറിച്ച് അറിയും. ഞാൻ ഗർഭിണിയല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവരറിയാൻ പോവാ. എന്റെ ജീവിതം തകർന്നു പോവും. എല്ലാത്തിനും കാരണം നിങ്ങളാ എന്റെ ജീവിതം നശിപ്പിച്ച്. ഞാൻ അന്നേ പറഞ്ഞ ഇതൊന്നും വേണ്ടിയിരുന്നില്ലെന്ന്. ഇപ്പൊ എങ്ങനെയായി? ഉള്ള കള്ളത്തരം എല്ലാം കാണിച്ചിട്ട് ഒടുവില് കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ശ്രീകല പറഞ്ഞു, മോളെ നീ ഇങ്ങനൊന്നും പറയരുത്. നീ എന്തേലും ഒരു തന്ത്രം പ്രയോഗിക്കുക, അങ്ങോട്ടേക്ക് പോകാതിരിക്കുക. എന്ത് തന്ത്രം പ്രയോഗിക്കണമെന്നാ? ഒരു തന്ത്രം പ്രയോഗിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ആനന്ദനോട് ചതിയെ ചെയ്തേ. ഇനി എനിക്ക് ചതിക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിലും നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയായിട്ട് വന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ദോഷമെന്ന് ഞാനിപ്പോൾ കരുതുന്നേ. ശരിക്കും ഒരു ഭർത്താവിന്റെ ജീവിതത്തിന് പിന്നിൽ അല്ലെങ്കിൽ ഉയർച്ചയ്ക്ക് പിന്നിൽ ഒരു ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞ് 100% ശരിയാ. ഭർത്താവിനെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും ഭാര്യ നല്ലവളാണെങ്കിൽ അയാളെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കും. പക്ഷെ ഇവിടെ എൻ്റെ അമ്മ അങ്ങനെയല്ല. എൻ്റെ അച്ഛന് ഫുൾ സപ്പോർട്ട് കൊടുത്ത് നിൽക്കുകയോ ചെയ്തേ. അതുകൊണ്ടാ ഈ ജീവിതം ഇങ്ങനെയായി തീർന്ന എൻ്റേത്. എൻ്റെ ജീവിതവും തകർന്നു പോയി. നിങ്ങൾ കാരണം അങ്ങനെയൊക്കെ തകർന്നു പോയെന്ന് ഉദയഭാനുവിന് ശ്രീകലയും കുറ്റപ്പെടുത്തി അവിടെ നിന്ന് ശ്രീദേവി കരയുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.